ഇതാണ് എൻ്റെ അമ്മായിയമ്മ. ഒരു അമ്മായിയമ്മയ്ക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഒത്തിണങ്ങിയ രൂപം. കാലുവേദന, മുട്ടുവേദന, നടുവേദന, വേരിക്കോസ്, ഷുഗർ എല്ലാം ഉണ്ട്. സദാസമയം അമ്പലവാസിയായ ഞങ്ങളുടെ അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാപരിപാടിയാണ് പർച്ചേസിങ്. അതിലേറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് സാരി പർച്ചേസിങ്. ഞാൻ വന്ന് അന്ന് തന്നെ ഞങ്ങളീ പോകുന്നത് സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഒരു 3-4 സാരി വേണം ഞങ്ങൾക്ക്. ഒരു കല്യാണം അല്ലേ വരണേ, എനിക്കും വേണം ഈ കൂട്ടത്തിലൊരു സാരി. അതെടുക്കാനാണ് ഞങ്ങളുടെ ഈ പോക്ക്. ഒരു 4-5 വർഷം മുന്നേ വരെ കൊഞ്ചുരുപ്പ് തൊഴിലാളിയായിരുന്നു എൻ്റെ അമ്മച്ചി. ഇപ്പം ഞങ്ങൾ വിടുന്നില്ല കേട്ടോ. ശ്രാവണിന്റെ കുഞ്ഞുപ്രായത്തിൽ അച്ഛനെ കാണാതെ പോയപ്പോൾ ശ്രാവണിനെ വളർത്താനും പഠിപ്പിക്കാനൊക്കെ ആയിട്ട് അമ്മച്ചി പണിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പം ഈ അടുത്ത് ഒരു അമ്മച്ചി അത് തുടരുന്നുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മച്ചിനെ വിട്ടിട്ടില്ല കേട്ടോ. അമ്മച്ചിക്ക് ഇപ്പം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അമ്മച്ചിനെ പൊന്നുപോലെ നോക്കണം എന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം. ചട്ടിയും കലാവുമ്പോൾ തട്ടിമുട്ടിയിരിക്കും എന്നൊക്കെ പറയും പോലെ ഞാനും അമ്മച്ചിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ കൂടും. പിന്നെ ഞങ്ങൾ തന്നെ കോംപ്രമൈസ് ചെയ്യും കേട്ടോ. വഴക്ക് കൂടിയെന്ന് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കാറില്ല. ഒരുപാട് നേരത്തെ ഞങ്ങളുടെ കഠിന പരിശ്രമത്തിന് ശേഷമാണ് ഞങ്ങൾ 2 സാരി സെലക്ട് ചെയ്തത്. ഇനി അമ്മച്ചിനെ ഒന്ന് ചുന്ദരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുരിദാറുകളും മേടിച്ചിട്ടുണ്ട്. പിന്നെ അമ്മച്ചിക്ക് ഈ പിസ്സ കഴിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടെന്ന് ഇന്നാളൊരു ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. എന്തായാലും ഡൊമിനോസിൽ കയറിയിട്ട് ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു. പിസ്സയൊന്നും ആശാത്തിക്ക് അത്ര പിടുത്തമില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് അങ്ങ് കഴിച്ചു എന്ന് മാത്രം. അങ്ങനെ 10-25,000 രൂപ തുണിക്കടയിലും കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോവാം.